നമ്മുടെ സതീഷ് മേനോന്റെ, കേരളത്തിലെ മുഖ്യമന്ത്രി സതീഷ് മേനോന്റെ മച്ചമ്പിയെ പോലെ നടന്ന ആളായിരുന്നു അഖിൽ മാരാർ എന്ന മഹാനായ സിനിമാക്കാരൻ. BMW-ന്റെ 20 ലക്ഷം രൂപയുള്ള ബൈക്കിൽ കറങ്ങുന്ന, ആരാധകരെ കണ്ട ബെൻസ് കാർ സ്വന്തമായി ഉണ്ട് എന്ന് നാഴിക്ക് 40 വട്ടം പറയുന്ന, ബെൽ ഹെലികോപ്റ്റർ, വന്ദേ ഭാരത് ട്രെയിൻ തുടങ്ങി സകല ആഡംബരങ്ങളുമായ, എന്തിന് റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് 3 സകല ആഡംബരങ്ങളുമായാണ് ഞാൻ ജീവിക്കുന്നത് ബിഗ് ബോസ് കഴിഞ്ഞപ്പോ എന്ന് പറയുന്ന എന്നെ തേച്ചതാണല്ലേ. ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ് കോട്ടാത്തല മാരാർ. അതോ അത് ഞാനല്ല. ഇങ്ങനെ അടിച്ചുവിടും. ഇപ്പൊ തന്നെ പറയുന്നു, ഞാൻ ഇലക്ഷൻ കഴിഞ്ഞപ്പോ എന്റെ ഭാര്യയുടെ മൊത്തം സ്വർണ്ണം കൊണ്ടൊന്ന് കോഴിക്കോട്ട് കൊണ്ട് വിറ്റ്, കിട്ടിയ വിലക്ക് വിറ്റു എന്ന് കിണർ. ജീവിക്കണ്ടേ സാറേ, മെയ് അനങ്ങാതെ ജീവിക്കാം. 20 ലക്ഷം രൂപ വിലയുള്ള എന്റെ BMW ബൈക്ക് ഞാൻ 10 ലക്ഷം രൂപ വിറ്റു. ഞാതായ നികുതിക്കാരെ അന്വേഷിക്കണം. അംബാനി പോലും പറയാത്ത രീതിയിലേക്കാണ് പുള്ളി സംസാരിക്കുന്നത്. അംബാനിയേക്കാൾ ഇത്തവണത്തെ ഇയറിലെ കണക്ക് അതെ അതെ, അംബാനിയേക്കാൾ മേലെ പണക്കാരൻ. എന്ത് വന്നാലും ശരി, BJP-യിലേക്ക് ഇല്ല എന്നതായിരുന്നു ശപഥം. അതെന്താ? വേലി വേണ്ട, സംബന്ധമാകാം എന്ന് പറഞ്ഞ കണക്ക് BJP-യിൽ പോകണ്ട, പകരം BJP-യുടെ കൂടെയുള്ള 2020-യിൽ ചേക്കേറും. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. പൊട്ടന്ന് ലോക പൊട്ടനാണ്. എന്തായാലും 6 മാസം തികച്ച് ആകുന്നതിന് മുമ്പ്, 3 മാസം പോലും തികച്ചായില്ല, അഖിൽ മാരാർ 2020-യുമായുള്ള പൊക്കിൾക്കൊടി ബന്ധം പോലും ഞാൻ ഉപേക്ഷിച്ചിരുന്നു. ഇതാണ് ഞങ്ങളുടെ പ്രത്യേകത. അത് നല്ല അടികൊള്ളാത്തതിന്റെ. BJP-ക്കെതിരെ CJP പാർട്ടി സമരം നടത്തിയാൽ BJP വളരുമെന്നാണ് കോട്ടാത്തല കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. 2020-യിൽ നിന്നും BJP-യിലേക്കാകാം മാരാർജിയുടെ യാത്ര. വെറുതെ കൊടുക്കാവെന്ന് പറഞ്ഞിട്ട് പോലും ഈ എരണം കേട്ട കുണ്ടത്തിനെ ആർക്കും മറ്റൊരാളിന്റെ കാര്യത്തിൽ ഇടപെടാത്ത ആളാണ് സംവിധായകൻ CB മലയിൽ. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ, ഒരു പീക്കിർ പെണ്ണ് എന്തൊക്കെയോ വിളിച്ചു കൂവും. പെണ്ണുമ്പിള്ള സിബിക്ക് മാർക്കിടുന്നത് പരാജയപ്പെട്ട സംവിധായകൻ എന്ന. എനിക്ക് കാവ്യാണ് ഇഷ്ടം, ഞാൻ കാവ്യ ഇടും. ഞാൻ കാവ്യ ഇടുന്നത് നിങ്ങൾക്ക് എന്താ? ആരും ചോദിച്ചില്ല നീ എന്തിനാ കാവ്യ ഇടുന്നത്. ആ ചാണകവണ്ടി പോരും, ഞാൻ കുറെ കോരിത്തരാം, മതിയാ. എന്നെ നാണം കെടുത്തരുത്. എന്തൊക്കെയോ കൂതറ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മംഗ്ലീഷിൽ വച്ച് കാച്ചുന്നു ഈ പെണ്ണ്. ശവത്തി കുത്തരുത്. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. വിമലയിലിനെ പോലെ ഒരാളെ തോൽവി അറിഞ്ഞ അല്ലെങ്കിൽ തോറ്റ സംവിധായകൻ എന്നൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ മുക്കാലി കെട്ടിയിട്ട് അടിക്കണം എന്ന് ഞാൻ പറയുമ്പോ തല്ലണോ? തല്ലരുത്. അയാൾ നമ്മൾ വിചാരിച്ച ഒരു കച്ചവടക്കാരനല്ല. വെരി നൈസ് ഫെലോ. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.